എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വിഷുവിൻ്റെ ടൈമിൽ എടുത്ത വീഡിയോ ഉണ്ടോ. വിഷുവിൻ്റെ തലേ ദിവസമാണ് നമ്മൾ കണി ഒരുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഞങ്ങൾക്കങ്ങനെ പൂജാമുറിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഹോളിലാണ് ഞങ്ങൾ ഒരുക്കുന്നത്. സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ വന്നപ്പോഴും വാങ്ങിച്ചു. ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറയണ പോലെ ഉള്ളത് കൊണ്ട് വിഷു അങ്ങനെ ആഘോഷിക്കാൻ നിർത്തി. അത് വെച്ചതങ്ങ് റെഡി ആയില്ലായിരുന്നു. ഞങ്ങളങ്ങനെ വെച്ച് നോക്കിയാണ്, ഓരോ ആംഗിൾ വെച്ച് അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഏതാണ് സെറ്റാന്ന് വെച്ചാൽ അങ്ങനെ റെഡിയാക്കാമെന്ന് കരുതിയിട്ടാണ്. കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങളിതിന് മുമ്പൊക്കെ പണ്ടൊക്കെ വെച്ചിട്ടിരുന്ന വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വെച്ചിട്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ജോലി ആവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ മാറിയപ്പോഴേക്കും അവിടെ ചെടികളൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ചക്കയൊക്കെ ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടോ. പിന്നെ പൂവും അതും വാങ്ങിക്കുകയാണ് ചെയ്തത്. കിട്ടാനില്ല പൂവൊന്നും. വാങ്ങിച്ച് വെക്കാൻ നേരത്തെ തന്നെ അറിയാം അത് വാടിയിരിക്കും, നന്നായിട്ട് വാടിപ്പോയി. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൽ നിന്ന് പറിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കവറിലുള്ള എല്ലാ സാധനങ്ങളും ഇനി അതിലോട്ട് വെക്കാനുണ്ട്. ഇനിയും കുറേ സാധനങ്ങൾ മിസ്സായിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സാധനങ്ങൾ വെച്ചിട്ടോ. അങ്ങനെ കണി വെച്ചു. ഇത് രാവിലെ കണിയൊക്കെ കാണാനായിട്ട് പോകണം. ഇതാണ് ഞങ്ങളുടെ കണി. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് റീലും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് പിന്നെ അമ്പല ദർശനമായി. ഞങ്ങൾ കുറേ അമ്പലങ്ങളിലൊക്കെ പോയിട്ടോ. ഇത് ആലുവ ക്ഷേത്രമാണ്. ആലുവ മണപ്പുറം ഇല്ലേ, അതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഞങ്ങളുടെ അടുത്തതാണ്. അപ്പോൾ ആദ്യം അവിടെയാണ് പോയത്. അവിടെ പോയി തൊഴുതു. അപ്പോൾ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കും കിട്ടി കൈനീട്ടം, അനിയനും കിട്ടി. കണ്ടോ, ഇതാണ് കൈനീട്ടം കിട്ടിയത് കേട്ടോ. ഞങ്ങളത് രണ്ടുപേരും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 20 രൂപയാണ് കിട്ടിയത്. 20ൻ്റെ തൊട്ട് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഇത് വേറെ അമ്പലമാണ് കേട്ടോ. അവിടുന്ന് എനിക്ക് കുറച്ച് റീലെടുക്കാനുള്ള വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ഇതിവിടെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. എവിടെ ചെന്നാലും നമുക്ക് റീലൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഇതാണ് അടുത്ത അമ്പലം. ആ അമ്പലത്തിൽ പോയി ഞങ്ങൾ ഏകദേശം ഒരു 4-5 അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങി കേട്ടോ. ഇത് അമ്പലത്തിൽ നിന്ന് പോയിട്ട് അടുത്ത അമ്പലത്തോട്ട് പോണ വഴിയാണ്. ഇത് നമ്മൾ പ്രേമം സിനിമ ഷൂട്ട് ചെയ്ത ആ പാലം, അതാണ് അടുത്തത്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആലുവ മാർക്കറ്റിൻ്റെയൊക്കെ സൈഡിൽ കൂടെ പോകുന്നൊരു വഴിയാണിത്. അവിടെയാണ് ആ പാലം വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി. ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാണ് അടുത്ത അമ്പലം. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ അമ്പലം. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്തോട്ട് കയറിയിട്ടുള്ള ഒരു അമ്പലമാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അമ്പലം കേട്ടോ. ആ മതിലൊക്കെ കണ്ടാലേ അറിയാം, നല്ല പഴയ കാലത്ത് ഒരു ഓർമ്മകൾ സൂചിപ്പിക്കുന്ന ഒരു അമ്പലമാണ്. പണി തീർക്കാൻ പറ്റാതെ പോയ ഒരു അമ്പലമാണ്. അതാണ് അങ്ങനെ അതൊക്കെ തൊഴുതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പോയി ഒരു ദോശയും വടയൊക്കെ കഴിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.